Hi friends, this video I will mushroom recipe Chinese chilli mushroom. Now we will chilli mushroom is 200 gram mushroom. This is button mushroom. 1 ulli, വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, അര പച്ച ക്യാപ്സിക്കം, അര ചുവന്ന ക്യാപ്സിക്കം, 2 അല്ലി വെളുത്തുള്ളി, ഒരു സ്പ്രിംഗ് അനിയന്റെ തണ്ട്, പഴുത്ത പച്ചമുളക് 2 എണ്ണം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഓയിൽ 3 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം പാൻ വെച്ചിട്ട് പാൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ചേർക്കുക. ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. മുളക് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിംഗ് അണിയൻ ചേർക്കുക. സ്പ്രിംഗ് അണിയൻ ഇട്ട് ഒന്ന് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റായ ക്യാപ്സിക്കം ചേർക്കാം. ഇതൊന്ന് ഫ്രൈ ആക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം സോയാ സോസ്, പിന്നെ ചില്ലി സോസ്. എൻ്റെ അടുത്ത് റെഡ് കളർ ചില്ലി സോസാണുള്ളത്, നിങ്ങൾക്ക് ഗ്രീൻ കളർ ചില്ലി സോസ് ആഡ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, ഈ 3 സോസും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഷ്റൂം ചേർക്കുക. മഷ്റൂം നമ്മൾ ഹോളായിട്ടാണ് ചേർക്കുന്നത്. ഈ റെസിപ്പിയിൽ നമുക്ക് ഇതിലും ചെറിയ മഷ്റൂം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മഷ്റൂം നമ്മളിങ്ങനെ മൊത്തത്തിലിടുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മഷ്റൂം ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമ്മൾ സോസുകളും മഷ്റൂമും ചേർത്ത ശേഷം നമ്മളിതിൻ്റെ ഉപ്പ് നോക്കുക. എന്നിട്ട് ഇനിയിപ്പം കുറച്ചും കൂടി ഉപ്പ് വേണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സോസുകൾക്കെല്ലാം ഉപ്പുള്ളത് കാരണം നമ്മൾ ഉപ്പ് എപ്പോഴും അവസാനം ചേർക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മഷ്റൂമിന് അധികം വേവില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കോൺഫ്ലവർ കലക്കിയത്. അധികം ചൂടുള്ളതായാലും കട്ടയായിപ്പോൾ, അധികം തണുത്തതായാലും കട്ടയായിപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ. എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മളെ കോൺഫ്ലവറൊക്കെ ഒന്ന് ചൂടായി നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ലോ ആക്കിയിട്ട് ഇത് ഒരു 30 സെക്കൻഡത്തേക്ക് അടച്ചു വെക്കുക. നമ്മൾ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റ് ചെയ്യാം.